ശ്ലോകം 4. വേണുനാദകൃത താനദാനകള ഗാനരാഗഗതിയോജന. വേണുനാദം അത് സ്വരങ്ങൾ ആലപിച്ചുകൊണ്ട് വർണ്ണങ്ങൾ ഉയരത്തിൽ പൊക്കത്തിലും ഉച്ചത്തിലും താഴ്ന്നിട്ടും രണ്ടു വിധത്തിലും താനദാനം ആരോഹണ അവരോഹണ ക്രമത്തിൽ പാടിക്കൊണ്ട് കളഗാനം അതോടൊപ്പം മനോഹരമായ ഗാനം രാഗഗതിയോജന രാഗങ്ങൾ ആലപിച്ചുകൊണ്ട് അതിവിചിത്രങ്ങളായ രാഗങ്ങൾ ആലപിച്ചുകൊണ്ട് അതോടൊപ്പം ലോഭനീയ മൃദുപാദപാദകൃത ലോഭനീയം മനോഹരമായിട്ടുള്ളതായ അവരുടെ മൃദുവായിട്ടുള്ള പാദങ്ങളെ ലാസ്യനൃത്തത്തിൽ ആ മണ്ഡലാകൃതിയിൽ അവരെ താളത്തിനനുസരിച്ച് താളമേളന മനോഹരം ദേവന്മാർ വന്ന് അവിടെ മേളനം അവർ കുട്ടികളൊക്കെ അവർ കൊണ്ടുവരികയാണ്. അതിന് അനുസരിച്ച് ഗോപിമാരുടെ പാട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ച് മനോഹരമായിട്ട് അവർ നൃത്തം വെച്ചു. പാണിസങ്കൊണിത കങ്കണം കയ്യിലുള്ളതായ ആ കങ്കണങ്ങൾ അതിൽ നിന്ന് കിണിം 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 എന്നുള്ളതായ ശബ്ദം വരുന്നു. സങ്കൊണിത കങ്കണം. മുഹുരംസലംബിത കരാംബുജം തോളിൽ വെച്ചിരിക്കുന്നതായ കൈകൾ. ശ്രോണിബിംബ ചലദംബരം. ശ്രോണി നിതംബം അരക്കെട്ടാണ്. അരക്കെട്ടിൽ എപ്പോൾ നൃത്തം വെച്ചുവോ ഈ വസ്ത്രം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ബിംബ ചലദംബരം. വസ്ത്രങ്ങൾ കിഴിയുന്നു. ഹേ ഭഗവൻ, അങ്ങനെയുള്ള രാസകേളി രസഡംബരം രാസക്രീഡയുടെ ആ പുഷ്ടി, എന്തെന്നില്ലാത്തതായ ആനന്ദത്തിൻ്റെ പുഷ്ടി, ആ പുഷ്ടിയെ ഹേ ഭക്തന്മാരോട് പറയുകയാണ്, യൂയം ഭജത, നിങ്ങളതിനെ ആശ്രയിക്കുക, നിങ്ങളതിനെ വീണ്ടും വീണ്ടും മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ആ രാസക്രീഡ കാണാൻ സാധിക്കില്ല, പക്ഷെ മനസ്സുകൊണ്ട് നമുക്കത് ചിന്തിച്ചുണ്ടാക്കാം എന്നർത്ഥം. ഭഗവാനും 110 കോടി ഗോപികളാണെന്നാണ് പറയുന്നത്. 110 കോടി ഗോപികളും, അപ്പോൾ 110 കോടി കൃഷ്ണൻ, 110 കോടി ഗോപികൾ. ഈ വിധത്തിൽ മണ്ഡലാകൃതിയിൽ നിന്ന് ഭഗവാൻ മധ്യത്തിൽ നിന്ന് വേണുഗാനം ആലപിക്കുന്നു. അതിനനുസരിച്ച് ഗോപിമാർ പാട്ടുപാടുന്നു. അതിനനുസരിച്ച് താളത്തിനനുസരിച്ച് അവരുടെ പാദങ്ങൾ വയ്ക്കുന്നു, ലാസ്യനൃത്തത്തിൽ വയ്ക്കുന്നു. എല്ലാം അത്യന്തം മനോഹരമായിരിക്കുന്നു. 2 ഗോപികളുടെ ഇടയിൽ ഒരു കൃഷ്ണൻ ഗോപികളുടെ തോളിൽ കൈവച്ചിരിക്കുന്നു. ഗോപികൾ 2 പേരും കൂടി കൈ ഒന്നിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അംസലംബിതകരാംബുജം പാണിസങ്കുണിത കങ്കണം മുഹുരംസലംബിതകരാംബുജം. ആ പാണികൾ അപ്രകാരം കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ആണ് ആ നാദം, കിണീം കിണീം എന്നുള്ളതായ ആ നാദം. ആ നൃത്തത്തിൽ കാല് വയ്ക്കുന്ന സമയത്താണ് ആ അരക്കെട്ടിലുള്ളതായ വസ്ത്രം മെല്ലെ മെല്ലെ കിഴിയുന്നത്. ശ്രോണിബിംബ ചലദംബരം, അമ്പരം വസ്ത്രം. അങ്ങനെ രാസകേളി രസഡംബരം, ആ രാസക്രീഡ എന്തൊന്നില്ലാത്ത രസത്തെ, ആനന്ദത്തെ, ഡംബരം ആനന്ദത്തിൻ്റെ പുഷ്ടി, വർദ്ധിച്ചതായ ആനന്ദത്തെ നിങ്ങൾ മനസ്സിൽ കാണൂ. യൂയം ഭജത,
നിങ്ങൾ മനസ്സിൽ അത് കാണൂ. ശ്ലോകം 5. സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാരമധുരസ്വരേ. ഈ ഗോപികൾ എപ്പോഴാണോ നൃത്തം വയ്ക്കുന്നത്, പാട്ടുപാടുന്നത്, രണ്ടിലും സ്പർദ്ധയുണ്ടായിരുന്നു, മത്സരബുദ്ധി. അതാണ് എൻ്റെ പാട്ട് നന്നാവണം, എൻ്റെ നൃത്തം നന്നാവണം എന്ന ചിന്തയോടുകൂടി. അനുഗാനം, ഒരാൾ ഗാനം ചെയ്യുന്നു, അതിനെ ഏറ്റുപാടുന്നു, അനുഗാനം. താരതാരമധുരസ്വരേ, ഉച്ചത്തിൽ ആരോഹണം, പിന്നെ അവരോഹണം. അവരോഹണ ക്രമത്തിൽ മധുരസ്വരത്തിൽ മനോഹരമായി ആ ഗോപികൾ ഗാനം ആലപിച്ചു, നൃത്തം വെച്ചു. നർത്തനേധ ലുളിതാംഗഹാര മണിഭൂഷണേ. ആ നർത്തനത്തിൽ അവരുടെ ഓരോ മനോഹര അംഗങ്ങൾ, ലളിതാംഗ, ഓരോ ആ ശരീരത്തിലുള്ള ഹാരങ്ങൾ, അത് ലുളിതം, ആ സ്ഥാനത്ത് നിന്നുമെല്ലാം തെറ്റുന്നു. അത് കയ്യിലുള്ളതാവാം, ചിലത് മറ്റേ കണ്ഠത്തിലുള്ളതാവാം, ചിലത് അരയിലുള്ളതാവാം. ലുളിതാംഗഹാര, അങ്ങനെ ഓരോ ആഭരണങ്ങളും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മെല്ലെ ചലിക്കുന്നു. മുത്തുമാലകൾ, രത്നാഭരണങ്ങൾ എല്ലാം. അങ്ങനെയുള്ള ഭൂഷണങ്ങൾ അണിഞ്ഞുകൊണ്ട് മണിഭൂഷണേ. ഇത് ദേവന്മാരാകാശത്ത് നിന്ന് കാണുന്നു. സമ്മതേന, സമ്മതം സന്തോഷം, വർദ്ധിച്ചതായ സന്തോഷത്തോടുകൂടി ദേവന്മാർ കൃതപുഷ്പവർഷം, ഒരു പാരിജാത പുഷ്പം കൊടുക്കുന്നുണ്ട്, അത് ഇവരുടെ ശിരസിലേക്ക് വർഷിക്കുകയാണ്. കൃതപുഷ്പവർഷം അലം, ധാരാളം. ഉന്മിഷൽ ദിവിഷതാങ്കുലം, അങ്ങനെ ദേവന്മാരുടെ സമൂഹം ദേവസുന്ദരിമാരോടുകൂടി എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിച്ചു. ഉന്മിഷത് ദിവിഷതാങ്കുലം, അവരോരോരുത്തരും ചിന്മയേ ത്വയി, ഹേ ഭഗവൻ, ചിത് സ്വരൂപനാണങ്ങ്, ജ്ഞാനസ്വരൂപനാണങ്ങ്. ജ്ഞാനസ്വരൂപനായ അങ്ങയിൽ നിലീയമാനമിവ, ലയിക്കുകയാണോ എന്ന് തോന്നുമാറ് സമുമോഹ സവധൂകുലം, ദേവന്മാരും ഗോപിമാരും എല്ലാവരും ആ വിധത്തിൽ ഭഗവാനിൽ ലയിച്ചു. താഴെ നൃത്തം വയ്ക്കുന്നതായ ഗോപിമാരും അതേപോലെ ആകാശത്തിൽ നിൽക്കുന്നതായ ദേവന്മാരും ആ പരബ്രഹ്മമൂർത്തിയിൽ ലയിച്ചുവോ എന്ന് തോന്നുന്നു. ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ആനന്ദമൂർച്ഛാവസ്ഥയെ പ്രാപിക്കുകയാണ്. സമ്മുമോഹ, വല്ലാതെ മോഹിക്കുകയുണ്ടായി.